കൂട്ടുകാരെ, ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയായ സമൂസ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് സമൂസയിലേക്കുള്ള ചിക്കൻ ആദ്യം വേവിച്ചെടുക്കണം. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ചിക്കൻ അതിലിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, ചെറിയ ടീസ്പൂണിന് 1 ടീസ്പൂൺ ഗരം മസാല, ഇനി 1 ടീസ്പൂൺ ഉപ്പിട്ട് നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ ഇവിടെ വേവായി തുടങ്ങി. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വലിയ ഉള്ളി, അതുപോലെ ഇഞ്ചി ചതച്ചത്, പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത്, ഇവയെല്ലാം ഈ മസാലയിൽ ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് വാട്ടിയെടുക്കാം. ഇനി നമുക്ക് ഉപ്പിട്ട് കറിവേപ്പിലയൊക്കെ ഇട്ട് നല്ലോണം മിക്സാക്കി വാട്ടിയെടുക്കാം. ഇഞ്ചി ചതച്ചതും പച്ചമുളകും ഇട്ട് വാട്ടിയെടുക്കാം. ഉള്ളി വാടുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഇറച്ചി ഒന്ന് പിച്ചെടുക്കാം. ഞങ്ങൾ ഇറച്ചി പെയിൻ്റെല്ലാം ഇട്ടുകാണ്ട് കറക്കലില്ല, ഇങ്ങനെ പിച്ചെടുക്കലാണ്. ഉള്ളിയിലേക്കുള്ള മസാല ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, ഇവയൊക്കെ ഇട്ട് ഈ പൊടികളുടെ വാസന ഒന്ന് മാറി കിട്ടുവോളം നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ആ ഉള്ളിയിലോട്ട് ചിക്കൻ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഞാൻ ഉള്ളിയും ചിക്കനും ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കനുള്ള മസാല ഉള്ളിയിലേക്കും ഉള്ളിയിലുള്ള മസാല ചിക്കനിലേക്കും എല്ലാമായി നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സമൂസയുടെ ഷീറ്റ് ഉണ്ടാക്കാം. അതിന് 2 കപ്പ് മൈദപ്പൊടി, 2.5 കപ്പ് മൈദപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, തിളച്ച വെള്ളം ഒഴിച്ചുകൊണ്ട് നമുക്ക് ഈ പൊടി ഒന്ന് വാട്ടിയെടുക്കാം. നമ്മുടെ പൊടി വാട്ടി കുഴച്ച് നമുക്കത് ഉരുളയാക്കി മാറ്റാം. ഞാൻ ഉരുളെടുത്ത് നമുക്കതൊരു പത്തിരിയാക്കി മാറ്റാം. ഞങ്ങൾക്കൊരു പള്ളക്കാണൽ ചടങ്ങുണ്ടായിരുന്നു. അന്ന് ഉണ്ടാക്കിയതാണ് ഞങ്ങൾ അടയും സമൂസയും. അടൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ ചെന്ന് കാണുക. പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പത്തിരി നല്ല വട്ടത്തിൽ തന്നെ പരത്തിയെടുക്കുക. അങ്ങനെ എടുത്താൽ നമ്മുടെ സമൂസൻ്റെ ഷീറ്റ് നേരെയായി നമുക്ക് സമൂസ റെഡിയാക്കാൻ കഴിയുള്ളൂ. ഇനി നമുക്ക് ഈ പത്തിരിൻ്റെ നടുവിൽ ഇങ്ങനെ കീറി കൊടുക്കണം. അതുപോലെ പകുതി ഭാഗം ഇതിൻ്റെ നടുവിൽ ഇങ്ങനെ കീറി കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ 4 ഷീറ്റ് കിട്ടിയിട്ടുണ്ട്.
നമുക്ക് 2 പത്തിരിയിൽ നിന്നും 8 ഷീറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ കുറഞ്ഞ പത്തിരി ഉണ്ടാക്കിയാൽ തന്നെ നമുക്ക് സമൂസ കൂടുതലുണ്ടാക്കാം. ഇനി നമുക്ക് സമൂസയുടെ ഷീറ്റ് ഇങ്ങനെ കോണാക്കി പിടിച്ചുകൊണ്ട് അടിഭാഗം നല്ലോണം ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മസാല നിറക്കാം. മസാല ഇങ്ങനെ ഇട്ട് കൊടുത്ത് നിറയെ മസാല ഇട്ട് കൊടുക്കരുത്. അപ്പോൾ നമുക്കിത് ഒട്ടിക്കിട്ടാനും അതുപോലെ ഇത് പൊട്ടാനും സാധ്യതയുണ്ട്. മസാല ഇത്ര നിറച്ചിട്ട് അത് നല്ലോണം മൈദ അതിനൊക്കെ ഒട്ടിപ്പിടിപ്പിക്കുക. എന്നിട്ട് മേലെ ഭാഗത്തുള്ള ഷീറ്റിൻ്റെത് അടിഭാഗത്തേക്ക് കൊണ്ടുവന്ന് അവിടെ ഒട്ടിക്കുക. താഴെ ഭാഗത്ത് ഒട്ടിക്കുക. അതുപോലെ 2 സൈഡും ഒട്ടിക്കുക, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മുടെ സമൂസ ഇവിടെ 2 റെഡി ആയിട്ടുണ്ട്. അങ്ങനെ അതുപോലെ ഇതെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ സമൂസ എല്ലാം പൊരിച്ചെടുക്കാം. നല്ലൊരു ചുവപ്പ് കളറാകുന്നത് വരെ നമുക്കത് പൊരിച്ചെടുക്കണം. നമുക്ക് മുരിക്കനായി കിട്ടുള്ളൂ. അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ വാച്ച് ചെയ്തതിന് താങ്ക്സ് ഫോർ യു. എന്താഭിപ്രായം ഉണ്ടെങ്കിലും താഴെ കമൻറ്റിൽ അറിയിക്കണേ.